അടുത്തതായിട്ട് വളരെ ഗൗരവമേറിയ നമ്മുടെ സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്, സിറ്റിസൺ ജേർണലിസം. ആൻഡ് ഈ റൗണ്ടിൽ ഇന്ന് ഗൗരവകരമായ കാര്യങ്ങൾ പറയാൻ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നു ലിഷ. സൂപ്പർ അമ്മയും മകളും. വെൽക്കം ലിഷ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ലിഷയുടെ വീട് കോഴിക്കോടാണ്. ഓക്കെ. എനിക്ക് ലിഷയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നത്, ജീവിതത്തിൽ ഒരു ദുഃഖം വന്നപ്പോൾ അതിനെ ഒരു പോസിറ്റീവാക്കി ഒരുപാട് പേർക്ക് ആ പ്രശ്നം കൊണ്ട് ഒരുപാട് പേർക്ക് രക്ഷ നൽകിയ ഒരാളും കൂടിയാണ് ലിഷ അല്ലേ? അങ്ങനെ മാം രക്ഷ നൽകി അങ്ങനെ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അത് കുറച്ച് പേർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ന്യൂസാണ് കണ്ടെത്തിയത്? പബ്ലിക് ടോയ്ലറ്റിന്റെ കുറവുകളാണ് നമ്മുടെ നഗരത്തിൽ. ടോയ്ലറ്റിന്റെ കുറവുകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കുള്ള ടോയ്ലറ്റ്സിന്റെ കുറവുകളും ഉള്ള ടോയ്ലറ്റ്സിന്റെ മെയിൻ്റനൻസിന്റെ കുറവുകളുമാണ് ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക്. കോഴിക്കോടിന്റെ ഏത് ഭാഗത്താണ് റിസർച്ച് ചെയ്തത്? ഞാൻ എല്ലാം കോഴിക്കോട് ടൗൺ ഏരിയാസിലൊക്കെയാണ് ഞാൻ സെർച്ച് ചെയ്തത്. കൂടുതലായിട്ട് മാനാഞ്ചിറ പോലുള്ള തിരക്കുള്ള നഗരത്തിൽ, അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ പോയിട്ട്, പാളയം അവിടേക്കാണ് ഞാൻ പോയിട്ടുണ്ട്. കാരണം ഞാൻ അവിടേക്കാണ് കൂടുതലും പോവാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പോയിട്ട് ചെയ്തത്. ഓക്കെ. അപ്പം എല്ലാ പെട്രോൾ ബങ്കിലും ഉണ്ടല്ലോ ഇപ്പോൾ? ഉണ്ട്. ആ ഒരു ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ആർക്കും അത്ര ഒരു പ്രശ്നമില്ലാത്തത്. എന്നിരുന്നാലും നമ്മൾ ഇങ്ങനത്തെ സംവിധാനം ഉണ്ടായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാത്തത് ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത് മാം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഒരുപാടൊന്നും ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. മറ്റ് ജില്ലകളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ, ഉള്ളിലൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തൊക്കെ നന്നായിട്ട് ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പുറത്ത് ഞാനും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ കോഴിക്കോട് തന്നെയാണ്, എനിക്കുള്ളൊരു അനുഭവം അതാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ലിഷ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളർന്ന് അല്ലെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മളൊക്കെ സ്ഥിരം യാത്ര ചെയ്യുമ്പോൾ ഒരു 10 വർഷം മുമ്പ് നമുക്കിങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ടോയ്ലറ്റ്സ് വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് ഒരു സാഹചര്യം വേറെ തന്നെയാണ്. എന്നാലും ലിഷ എങ്ങനെയാണ് ഇതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്? എത്രത്തോളം റിസർച്ച് ഇതിലുണ്ട്? അതെങ്ങനെയാണ് അതിൻ്റെ എത്രത്തോളം അന്വേഷണം ഇതിൻ്റെ പിന്നിലുണ്ട്? എത്രത്തോളം അതിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാം. ആ വിഷ്വലിലോട്ട് നമുക്ക് ഓക്കെ ലിഷ. നമസ്കാരം, ഞാൻ ലിഷ ബിബിൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം കോഴിക്കോടാണ്. ചരിത്രപരമായും സാംസ്കാരികപരമായും ഒരുപാട് പ്രശസ്തമാണ് ഇവിടെ. ഇവിടുത്തെ രുചിയും ആൾക്കാരുടെ സ്നേഹവും എല്ലാം ലോക പ്രശസ്തമാണ്. ഒരു വികസ്വര പ്രദേശം എന്ന നിലയിൽ ദൈനംദിനം പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു പൊതു പ്രശ്നം അല്ലെങ്കിൽ ഒരു ആവശ്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഞാനിവിടെ. കോഴിക്കോട് ജില്ലയിലെ പൊതു ശൗചാലയങ്ങളുടെ കുറവും നിലവിലുള്ളവയുടെ അവസ്ഥയും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും ബന്ധപ്പെട്ട അധികാരികളുടെ മറുപടികൾ നമുക്കൊന്ന് കേൾക്കാം. ചേച്ചി ഇവിടെ തന്നെ ഉള്ളതാണോ? ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ളതാണ്. വീട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. ഞാൻ എപ്പോഴും മിഠായിക്ക് തെരുവിൽ ഓരോ സാധനം വാങ്ങിക്കാൻ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സൗകര്യം മിഠായി തെരുവിലില്ല. യൂസ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് പബ്ലിക് ടോയ്ലറ്റിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ട് യൂസ് ചെയ്യാൻ അങ്ങനെ, പിന്നെ ക്ലീൻലിനെസ്സും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല, കുറവാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി നമ്മൾ ബെറ്റർ ആക്കണം എന്നുള്ള അഭിപ്രായം. ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ ടൗണിലേക്കൊക്കെ വന്നാൽ നമ്മളധികവും എൻ്റെ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടാണ് ടോയ്ലറ്റിൽ പോകാറ്. അല്ലാതെ പബ്ലിക് ടോയ്ലറ്റായിട്ട് നമുക്ക് അതൊരു ഉപകാരമാണ് ഉണ്ടായിരുന്നെങ്കിൽ. വേണമെന്നുള്ളത്. പബ്ലിക് ഇത് ബാത്റൂമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു വൃത്തിയില്ലാതെ ഞങ്ങൾക്കൊന്നും കയറാൻ പറ്റില്ല. ഞങ്ങൾ പ്രായമുള്ള ആളാണ്, യൂട്രസ് ഒക്കെ എടുത്തതാണ്. അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ വേറെ രോഗങ്ങൾ വരും. പിന്നെ ഞങ്ങൾ അത് എടുത്തിട്ടൊരു കാര്യമല്ല. അപ്പം അതിനൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ ചേച്ചിക്ക് എന്നല്ല, ഞാൻ മാത്രമല്ല, പൊതുവെ എല്ലാവർക്കും. പ്രായമുള്ളവർക്കാണല്ലോ അധികം പെട്ടെന്ന് പോകേണ്ടി വരിക. അല്ലാത്തവർ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയൊക്കെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. വൃത്തിയില്ലാത്തതിൽ പോകണ്ടെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു ഈ ടോയ്ലറ്റിന് മുന്നിലാണ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. നമ്മുടെ നഗരത്തിൽ ഒരുപാട് വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അത് കാലാനുസൃതമായി നിലനിർത്തി കൊണ്ടുപോകാനോ ഉപയോഗപ്രദമാക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു പ്രധാന സ്പോട്ടായ മാനാഞ്ചിറ പോലുള്ള ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗപ്രദമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കോഴിക്കോട് നഗരം വളരെ അധികം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളൊരു നഗരമാണ്. ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് ടോയ്ലറ്റ്സ് ശരിക്കും വളരെയധികം അത്യാവശ്യമാണ്. പക്ഷേ ആവശ്യത്തിനുള്ള പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ ധാരാളം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഒന്നാമത്തെ കാര്യം ഇത് ഏറ്റെടുക്കാൻ ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് നമ്മളിപ്പോൾ ടേക്ക് എ ബ്രേക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കോഫി ഷോപ്പ് അടക്കമുള്ള ഒരു സംവിധാനം വെച്ചുകൊണ്ട് അപ്പോൾ അതിനോട് ചേർന്നുകൊണ്ട് പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അപ്പോൾ അങ്ങനെയുള്ളത് നഗരത്തിൽ മുഴുവൻ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിച്ച് അടുത്ത സമയത്ത് തന്നെ ഈ പബ്ലിക് ടേക്ക് എ ബ്രേക്ക് ഇത് തുടങ്ങും. അതുകൂടാതെ നമ്മൾ തുറന്ന പബ്ലിക് ടോയ്ലറ്റുകൾ സുലഭ് ഏറ്റെടുത്ത് നടത്തുന്ന വളരെ നല്ല രീതിയിൽ SM സ്ട്രീറ്റിൽ നടക്കാവിലും ഒക്കെ ഫങ്ഷണലാണ്. അപ്പോൾ അതേ മാതൃകയിൽ ഇപ്പോൾ പണി തീർത്തിട്ടുള്ളതും നമ്മൾ തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആളുകളോടുള്ള റിക്വസ്റ്റ്, നമുക്കിത് പണിയുന്നതിന് ഒരു പ്രയാസമില്ല, പക്ഷേ അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള അത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ജനങ്ങളും കൂടെ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയാസമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ പബ്ലിക് ടോയ്ലറ്റ്സുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നല്ല നല്ല പദ്ധതികൾ നിലവിൽ വരട്ടെ എന്നും അതെല്ലാം ഉപകാരപ്രദമായി ജനങ്ങളുടെ സഹകരണത്തോടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. നന്നായിരുന്നു ലിച്ചി. താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ ഈ സുലഭിന്റെ ടോയ്ലറ്റ്സ് പോയി കണ്ടോ? ഇല്ല, ഞാൻ അത് കണ്ടിട്ടില്ല. കാരണം അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ മാം പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിവുണ്ടായത്. അപ്പം ആ ഒരു ടോയ്ലറ്റിൻ്റെ എണ്ണം കൂടുതലാവണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ടോയ്ലറ്റ് തീരെ ഇല്ല എന്നുള്ളതല്ല, കുറച്ചും കൂടി ടോയ്ലറ്റ്സിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നമ്മൾ പല ഭാഗത്തും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞ് അറിവ് വെച്ചിട്ട് ഒരു കാര്യം പറയുക എന്നുള്ളതിനെക്കാട്ടി ഇപ്പോൾ പുതിയ പ്രോജക്ട്സ് ചെയർപേഴ്സൺ പറയുമ്പോഴാണ് അറിയുന്നതെങ്കിൽ തിരിച്ചു പോയി അതൊന്ന് ഷൂട്ട് ചെയ്യണം എന്ന് തോന്നിയില്ലേ? തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അനുകൂലമല്ലായിരുന്നു, കാലാവസ്ഥയും ഇതൊക്കെ ഒന്നും അനുകൂലമല്ലായിരുന്നു. നമുക്ക് മാമിനെ കിട്ടാൻ തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് മാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം പിന്നെ മാം അത് പറഞ്ഞ് തന്നപ്പം ഞാനും കൺവിൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ ഞാൻ എൻഡ് ചെയ്തത്. പ്രോജക്റ്റ് വരട്ടെ എന്നുള്ളത്. അതെ. ശരി. പക്ഷെ മറ്റൊരു കാര്യം ചോദിച്ചാൽ ഇപ്പോൾ ഈ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കന്യാകുമാരിയിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും. നമ്മൾ പൈസ കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ, പേ ആൻഡ് യൂസ്, അങ്ങനത്തെ സൗകര്യം കോഴിക്കോട് നഗരത്തിൽ കണ്ടോ? പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്സ് ഉണ്ട്, നഗരത്തിലുണ്ട്. പക്ഷെ അതും ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും കുറച്ച് സ്ഥലങ്ങളിലല്ലേ ഉള്ളൂ മാം. കാരണം നമുക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തതിൽ 2 പേരെ ഒരു വീഡിയോ കണ്ടില്ലേ മാം, അവർ ടോയ്ലറ്റ് തിരഞ്ഞ് ഓടുന്ന സമയത്താണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഇതിനെപ്പറ്റി ചോദിച്ചപ്പം ആ കുട്ടികൾ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ അതിനാണ് ഓടുന്നത്, ഇപ്പോൾ നമുക്ക് എവിടെ അടുത്തൊന്നും കാണുന്നില്ല, ഇനി ഞങ്ങൾക്ക് എത്തണമെങ്കിൽ കുറേ ദൂരം എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഫുഡ് കഴിച്ചാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് 2 പേര് അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ എനിക്കും തോന്നി. അപ്പം അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ടോയ്ലറ്റ്സിൻ്റെ അവൈലബിലിറ്റിയും മെയിൻ്റനൻസും ആണ് കൂടുതൽ വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കേരളത്തിൽ പൊതുവെ അനുഭവിക്കുന്നതാണ്. സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ വീട്ടെത്തുന്നവരെ പിടിച്ച് വെച്ച് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്ന് ബാത്റൂം പോകാനായിട്ടാണ് ഒരുവിധപ്പെട്ടവരൊക്കെ. പക്ഷെ നമ്മളൊരു സ്റ്റോറി ചെയ്യുമ്പോൾ അതിൻ്റെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റിസർച്ച്, മുട്ടായിത്തെരുവിലെങ്കിലും അവിടെ എത്രത്തോളം ഉണ്ട്, എത്ര എണ്ണം, മുട്ടായിത്തെരുവിൽ എത്ര ശൗചാലയമുണ്ട്? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ക്ലോസ്ഡ് എന്ന് കാണുമ്പോൾ പിന്നെ ഞാൻ ക്ലോസ്ഡ് ആണോ ഇല്ലയോ എന്നുള്ളതല്ലേ, എത്ര എണ്ണം ഉണ്ട്. അത് ക്ലോസ്ഡ് വേറെ വിഭാഗം, അങ്ങനെ തന്നെയാണ് നമ്മളത് പഠിക്കേണ്ടത്. എത്ര എണ്ണം ഉണ്ട്, ക്ലോസ്ഡ് എത്ര, ഉപയോഗശൂന്യമായിട്ട് പേ ആൻഡ് യൂസ് എത്ര, അങ്ങനെ ഒരു കൃത്യമായ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടാണോ ഈ സ്റ്റോറി ലിഷ ചെയ്തത്? കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വിക്ടിം ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു ടോപ്പിക് എടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തതാണ്. പിന്നെ ഞാൻ നല്ല ടോപ്പിക്കാണ് എടുത്തതിനും അല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു കാര്യം എടുത്തിട്ട് എത്രത്തോളം റിസർച്ച് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരുപാട് അത്ര ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഈ വിഷയം ഒന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ലിഷ ഒരു കേരളത്തിൻ്റെ തന്നെ, ഇപ്പോൾ കോഴിക്കോട് നഗരമാണെങ്കിലും കേരളത്തിൻ്റെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഒരുപക്ഷെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക്, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അവയർനെസ്, ഈ ഒരു തിരിച്ചറിവ്. നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്, എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ള ആ മാറ്റം വരുത്താനുള്ള ത്വര എല്ലാം തന്നെ. നമ്മൾ ജീവിക്കുന്ന നാടാണ്, നമ്മൾ താമസിക്കുന്ന നാടാണ്. ഇവിടെ എന്താണ് മാറ്റം വരുത്തേണ്ടത്, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പങ്ക് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി മുൻകൈ എടുത്ത ലിഷയ്ക്ക് എല്ലാവിധ ആശംസകളും. നിവേദിതയ്ക്കും ഹായ്, 2 പേർക്കും എല്ലാവിധ ആശംസകളും. വളരെ സന്തോഷം. സോ ഞാനൊരു ഹിഡൻ മാർക്ക് എൻട്രി ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് പിന്നീട് കാണാം. ഓൾറൈറ്റ്, ഓക്കെ.